രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരത് രത്ന. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുജന സേവനം, കായികം എന്നീ മേഖലകളിലെ മികച്ച സേവനത്തിന്റെ ഭാഗമായി രാജ്യം ആദരിക്കുന്ന ഒരു ബഹുമതിയാണ് ഭാരത് രത്ന. എന്നാൽ ഈ ബഹുമതിക്ക് അർഹനാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നതാണ് അവരുടെ പാർട്ടിയായ JDU പറയുന്നത്. ബീഹാർ മുഖ്യമന്ത്രിയും JDU അധ്യക്ഷനുമായ നിതീഷ് കുമാറിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ആ പാർട്ടിയിലെ ചില നേതാക്കൾ പരസ്യമായി തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന JDU നിർവാഹക സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച ബാനറുകൾ ഉയർന്നിരുന്നു. നിതീഷ് കുമാറിന് ഭാരത് രത്ന നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ നേതാവായ ചോട്ടു സിംഗ് ആണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ആദ്യമായി ഉയർത്തിയത്. ബീഹാറിൽ നിന്നുള്ള പ്രശസ്ത സോഷ്യലിസ്റ്റ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ഭാരത രത്നം നൽകണം എന്നതായിരുന്നു ബാനറുകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. JDU ഓഫീസിന് പുറത്തും അതുപോലെ പട്നയുടെ പല ഭാഗങ്ങളിലും ഈ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. ബീഹാറിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ JDU നേതാക്കളിൽ നിന്ന് ഉണ്ടാവുന്നത്. മാത്രമല്ല, നിതീഷിനെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ JDU നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അതിനിടയിലാണ് വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഭാരത രത്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. 2005 മുതൽ ഏതാണ്ട് 19 വർഷക്കാലം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണ്. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ സർക്കാരിൽ കേന്ദ്രമന്ത്രിയായും നിതീഷ് കുമാർ പ്രവർത്തിച്ചിട്ടുമുണ്ട്. റെയിൽവേ, കൃഷി തുടങ്ങിയ സുപ്രധാന മന്ത്രാലയങ്ങൾ കൈവശം വെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും നിതീഷ് കുമാറിന്റെ സേവനങ്ങൾ അംഗീകരിച്ച് അദ്ദേഹത്തിന് ഭാരത രത്നം നൽകണമെന്നതാണ് JDU ആവശ്യപ്പെടുന്നത്. എന്നാൽ പ്രതിപക്ഷം ഈ സംഭവങ്ങളെ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഏത് വിഷയത്തിലാണ് ഭാരത രത്ന നൽകേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നേരം വെളുത്താൽ ഏതു പാർട്ടിയിലാണെന്ന് നിതീഷ് കുമാറിന് പോലും മനസ്സിലാകാത്ത സാഹചര്യത്തിൽ ഭാരത രത്നക്ക് അർഹനാണ് നിതീഷ് എന്നുള്ള പരിഹാസമാണ് പ്രതിപക്ഷത്തിന്. മാത്രമല്ല, മോദിയെ ലക്ഷ്യം വെക്കുന്നതാണ് ഈ നീക്കമെന്നും പ്രതിപക്ഷ ആരോപണമുണ്ട്. മോദിയേക്കാൾ വലിയ നേതാവായി നിതീഷിനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കം JDU നടത്തുന്നത്. പ്രധാനമന്ത്രി കസേര മാത്രമാണ് നിതീഷിന്റെ സ്വപ്നമെന്നും പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പോസ്റ്റർ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്.